ഇവിടുന്നാണ് ബുദ്ധി. ഇപ്രാവശ്യം കപ്പ എന്ന് പറ്റിക്കാനാണോ ഉദ്ദേശം? ഞങ്ങള് ചന്തയിൽ പോയപ്പോ കുട്ടപ്പ സഖാവ് പറഞ്ഞല്ല ഞങ്ങൾക്ക് 10 കിലോ അരിയും പഞ്ചാര ഉണ്ടെന്ന് പത്രത്തിൽ വായിച്ചെന്ന്. ഏത് സഖാവ്? ഏത് പത്രം? പത്രത്തിൽ മുഴുവൻ കള്ളത്തരല്ലേ? അതെ, നിങ്ങൾ ഇപ്പൊ ആശാൻ പറയുന്ന കള്ളത്തരം കേട്ടാ മതി. ആഹാ, അങ്ങനെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടാ. അരി തന്നില്ലെങ്കിൽ ഞങ്ങൾ കംപ്ലൈന്റും കൊടുക്കും. എന്ത് കൊടുക്കും? കംപ്ലൈന്റ്. ഇവനാര് കാട്ടിലെ സായിപ്പ്? ഇംഗ്ലീഷും കേട്ടപ്പോ യാമാമാര് വരുമ്പോയാ അവൻ ഞങ്ങളുടെ സായിപ്പാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഇവരാണ്. 4ാം ക്ലാസ്സിൽ 4 കൊല്ലം. അതിൽ കൂടുതൽ പഠിക്കാൻ പോയ വിദ്യാഭ്യാസം കൂടി പോകുന്ന മൂപ്പൻ പറഞ്ഞു. കഷ്ടമായി പോയി. നീ പഠിച്ചിരുന്നെങ്കിൽ ഒരു കളക്ടറായനെ. പോടാ. അല്ല, നിങ്ങൾക്കൊന്നും വേറെ ജോലിയില്ലേ? ഇവിടെ ഇങ്ങനെ കൂടിക്കാതെ എങ്ങോട്ടെങ്കിലും സ്ഥലം വിട്. എനിക്കിവിടെ ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് ഞങ്ങ സ്ഥലം വിടാനാ? അപ്പൊ മലയാളത്തിൽ പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ലേ? മനസ്സിലാവില്ല. എനിക്കാ കേട്ടാ? അവന്റെ ഇംഗ്ലീഷും കേട്ടാ? കേട്ടല്ല? കേട്ടു. ആ, ശിവന്റെ സ്വഭാവത്തിന് ഇത്രയും നേരം തല്ലുകൊള്ളാമെന്നത് ഏമാമാരെ ഭാഗ്യം. ഞങ്ങളുടെ പെങ്ങന്മാരോട് തോന്നിയാസം കേട്ടൊന്നുണ്ടല്ല, ശവം കത്തിക്കണ പോലെ കത്തിച്ചളിഞ്ഞ പിണങ്ങാതെ ശിവ. നീ വന്ന് കപ്പ മേടിക്ക്. കപ്പ കൊടുക്കാം, പക്ഷേ റേഷൻ കാർഡ് വേണം. സാറിന് ഭയങ്കര സ്റ്റിക്കാ. ഏമാൻ കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ എനക്ക് 10 കിലോ കപ്പ ചുമ്മാ തരാന്ന്. എനക്ക് തരാന്ന് പറഞ്ഞു. ഏമാൻ അങ്ങനെ പറഞ്ഞായിരുന്ന? ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലേ? ഞങ്ങള് കേട്ടതാണല്ല 14 ഏക്കർ സ്ഥലം വേണേലും വെറുതെ കൊടുക്കാന്ന് പറഞ്ഞത്. അത് പിന്നെ ഞാൻ തമാശക്ക് പറഞ്ഞു. മേല കപ്പയും മാങ്ങയും കാട്ടി ഊരിലെ പെമ്പിള്ളേരെ കറക്കാൻ വന്ന ശിവ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശരി ശരി, റേഷൻ കാർഡ് വേണ്ട. ഒരു കോപ്പം വേണ്ടോ? നിനക്ക് എത്ര കപ്പയാണെന്ന് വെച്ചാൽ വാരി എടുത്തേ. വാ, വന്നേ, വാ. അതെ, മറി വായി നോക്കി ഇങ്ങോട്ട് വാ. വരട്ടെ. ഇങ്ങോട്ട് വാ. പോ. അപ്പോ കാട്ടുചമ്പകം കാട്ടുചമ്പകം അവിടെ ആങ്ങളെ കാട്ടുപോത്താണ്. വെട്ടിയ 7.5 കഷ്ണമായി. ഇങ്ങ വന്നേ. കുടിയിൽ കപ്പ മേടിച്ചില്ലടി? അച്ചമ്മ മേടിച്ചാണ്. അത് നീ വേഗം 2 ലക്ഷം പുഴുങ്ങ്. നല്ല വിശപ്പ്. അച്ചമ്മ പുഴുങ്ങിക്കോളും. നിന്റെ അടുത്തല്ലടി പറഞ്ഞ? അതല്ല, നിന്റെ കൈ കൊണ്ട് വെക്കണേന്റെ രുചിയൊന്നും വേറെ അല്ലടി പെണ്ണെ. മനസ്സിലായി. ഞാനിപ്പോ പോയി തരണോ അല്ലേ? എന്നാ പോട്ടെ. എന്റെ ഇംഗ്ലീഷും കേട്ടാർന്നാ? ചന്ദ്രു എന്താ ഇംഗ്ലീഷത്ത് പറഞ്ഞേ? മനസ്സിലായില്ലേ? ഇല്ല. മണ്ടി. എന്നാ കേട്ടാ, ഈ നിക്കണ ചെമ്പകം ഞാൻ മംഗലം കഴിക്കാൻ പോണ പെണ്ണാണ്. അവൾ എന്റെ ജീവന്റെ ജീവനാണ്. അവളെ നോക്കി വെള്ളമറിക്കാൻ ഒരുത്തിന് മൂരിന്ന് പോവില്ല. ഇറങ്ങി പോണ പട്ടി പുറത്ത്. എന്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് ഓഫീസർ ഞെട്ടിയത് കേട്ടാ? അതാണ്. ചന്ദ്രു ഇംഗ്ലീഷും പറയണതേക്ക് നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ എവിടുന്ന് പഠിച്ച്? അത് പട്ടണത്തിൽ പോകുമ്പോ ഇംഗ്ലീഷും കോളേജിന്റെ മുമ്പിൽ പോയി നിക്കാറുണ്ടേ. അവിടെ പഠിപ്പിക്കുന്ന കുറച്ചൊക്കെ പുറത്തേക്ക് വരുമല്ല, അത് കേട്ട് പഠിച്ചതാണ്. പുളു. ആഹാ, സത്യം പറഞ്ഞപ്പോ പുളുവായ. എന്നാ പിന്നെ ഞാൻ പോണു. തേനുമായിട്ട് എനിക്ക് ചന്തയിൽ പോണം. എത്ര നാളായി ചോദിക്കണ എനിക്ക് ഇത്തിരി തേൻ തരാൻ? തേനാ ആകെ കിട്ടണത് ഇമ്മണി തേനാ. അത് വിൽക്കാനുള്ളതാ. നിനക്ക് കുടിക്കാൻ തന്നെ എന്റെ കൂടി പട്ടിണിയാവും. എങ്കിൽ കൊണ്ടുപോക്കോ. എനക്കൊന്നും വേണ്ട ഈ തേൻ. വേണങ്ങല്ലേ മുത്തേ? ചന്തയിൽ പോയിട്ട് വരുമ്പോ എന്റെ പെണ്ണിന് എന്താണ് കൊണ്ടുവരേണ്ടത്? എനിക്കൊരു ചാന്തും പേഞ്ചീപ്പും കൊണ്ടുതരോ? അത് ചാന്ത് വേണേ കൊണ്ടുതരാം. ഞാൻ കൊണ്ടുവന്ന പോരെ? എന്റെ പെങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. തൽക്കാലം ഇയാള് പോ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ശിവ വാങ്ങി തരൂന്ന്. എങ്ങനെ? സാറി. നാറിയ? നാറിയല്ല, നാറിയ. നിനക്ക് പിന്നെ എന്നെ പോലെ ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഇംഗ്ലീഷോ അറിയത്തില്ല, ഇങ്ങനെ വായ നോക്കി ഇന്ന് പുളു പറയാനോ അറിയത്തില്ല. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പെട്ടെന്ന് കരി കോരി വെച്ചാ ചന്തയ്ക്ക് കൊണ്ടാണ്. പോവല്ലേ? ഈ കപ്പ പുഴുങ്ങി മോള് നിന്നാ അണ്ണന് തീരെ വിശപ്പില്ല. ഉള്ള റാക്കെല്ലാം വലിച്ചു കയറ്റിയ പിന്നെ എങ്ങനെ വിശപ്പ് വരും? ഇനി ഞാൻ ഒന്നും പറയണില്ല. അണ്ണന്റെ ഇഷ്ടം പോലെ നടന്നോ. ഇത് തോനെ കരിയുണ്ടല്ലോ. കൊടുത്താ നിറയെ കാശിട്ടൂല്ലേ? പിന്നെ ഒലത്തി തരും. ഈ കഷ്ടപ്പാടിന്റെ കാശ് വല്ലതും നാട്ടിലെ തമ്പ്രാക്കന്മാര് തരുവാ. ഇത്രയും കരിക്ക് 10 രൂപ തരും. പോരാത്തതിന് കാട്ടിലെ തടി വെട്ടിന്നും പറഞ്ഞ് പാറസ്തേമാര് മുച്ചൂറ് കൊടുക്കും. ചന്ദനത്തിനെ വെട്ടിക്കൊണ്ടോണോരെ ഇവന്മാര് കാണത്തില്ല. ചുള്ളിക്കം പിടിക്കണ നമ്മളാ കള്ളന്മാര്. ഇവന്മാരെയൊക്കെ കോടാലിക്കേക്ക് അടിക്കണം. അതാ വേണ്ടേ. ഇപ്പൊ അടിക്കാനൊന്നും പോണ്ട. വിശക്കണില്ലേ? ഇല്ല. കുടിയില് കപ്പ വിഴുങ്ങി പിന്നെ പിഞ്ഞാണത്തിനെടുത്ത് വച്ചതാ. ഇറങ്ങണില്ല. നിങ്ങൾ ഇവിടെ പട്ടിണി നിൽക്കുമല്ലേ? ഞാൻ കുറച്ച് കപ്പ എടുത്തോണ്ട് വരട്ടെ. എന്റെ കുടിയിലും കപ്പ പുഴുകുന്നുണ്ട്. നിന്റെ നീങ്ങ് തിന്നേച്ചാ മതി. വല്ലോളുമാരുണ്ടാക്കണ കപ്പയൊന്നും എനക്ക് വേണ്ട. കാണ്ടാമൃഗത്തിന്റെ ഊര മൊഷട്. നിക്കടി അവിടെ. എന്താ വേണ്ടേ? വല്ലോളുമാരുടെയും കപ്പ വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നീ വല്ലോളുവാണ്, എന്റെ പെണ്ണല്ലേ? എന്നാര് പറഞ്ഞു?
ഇപ്പൊ ഞാനാ പറയണേ, ഞാൻ ചന്തയ്ക്ക് പോവാ. വല്ലതും വേണമെങ്കിൽ പറഞ്ഞ മേടിച്ചോണ്ട് തരാം. എനക്കൊന്നും വേണ്ട. അത് തീരുമാനിക്കണ്ട ഞാനാ. ഞാൻ നിനക്ക് കരിവല മേടിച്ചോണ്ട് തട്ടെ. അതെ, എന്റെ പെങ്ങൾക്ക് കരിഞ്ഞ വളയാ കരിയാത്ത വളയാ എന്താന്ന് വെച്ചാൽ ഞാൻ മേടിച്ചു കൊടുത്തോളാം. ഞാൻ ആങ്ങളെയാണേ. നീ ആര് വളക്കച്ചവടക്കാരനാ? മനുഷ്യനെ വെറുതെ കളിയാക്കണ്ടല്ലോ. നമുക്കെല്ലാം ആവാം. അയ്യോ, എന്താണ്ട് കൊണ്ട് നിനക്ക് നൊസ പിടിച്ചാ? എന്റെ ശിവാണനുണ്ടല്ല, കടിച്ചിടാൻ പറഞ്ഞ ഈറ്റുപുലി. പുലി എന്റെ എണ്ണ ശേലായിട്ടൊന്ന് ചമ്മിച്ച് ചമ്മി നിക്കണമോന്ന് കാണേണ്ടതായിരുന്നേ. കെട്ടാൻ പോണം ചമ്മണത് കണ്ട് ചിരിക്കാ വേണ്ടേ? ദുഷ്ടയാ നീ. ഞാനല്ല, നിന്റെ അണ്ണനാ ദുഷ്ടൻ. അണ്ണന്റെ സ്വഭാവം അങ്ങനെ അടി. ഉള്ളില് നിറ സ്നേഹ, പുറത്ത് കാണിക്കൂല. ഉള്ളത് മുഴുവൻ അകത്ത് വെച്ചോണ്ടിരുന്നിട്ട് എന്ന് പുറത്ത് കാണിക്കാന്? ചാവുമ്പഴ ഒന്ന് ചിരിച്ചു കണ്ട മതിയായിരുന്നു. നല്ല ശില്പി തന്നെ. എന്തു പറ്റി? കൃഷ്ണൻ ആരെങ്കിലും മീശ വയ്ക്കോടി. ഓ, ഇത് വിൽക്കാൻ ചന്തയെ കൊണ്ടായാ നല്ല തല്ലി കിട്ടും. ഈ മുഖം നല്ല പരിചയമുണ്ടല്ല. എന്റെ മലങ്കാരി, ഇതിന്റെ അണ്ണന്റെ മുഖാണല്ല. ഇത് നിന്റെ അണ്ണന്റെ മുഖമല്ല, വിൽക്കാനുള്ളതും അല്ല. നീ ഇങ്ങോട്ട് തന്നെ നോക്കട്ടെ. ഞാൻ തരില്ല. അരിയും പഞ്ചസാരയും മറിച്ച് വിറ്റതിൽ ലാഭം 87,540. അതിൽ കപ്പയുടെ കാശ് 7,500. അത് കിഴിച്ചാ ബാക്കി കംപ്ലീറ്റ് മാഞ്ഞുപോയി. കണക്കൊക്കെ മാഞ്ഞുപോയി. ഒന്നും മഞ്ഞു പോയിട്ടില്ല. ചെമ്പകത്തിന്റെ ആ ചിരി, ആ നോട്ടം, ചേല ചുറ്റിയ മനോഹര ശരീരം. ചേല ചുറ്റാത്ത ശരീരത്തെ കുറിച്ച് ആലോചിച്ചാലോ? നിർത്തടാ. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഇപ്പൊ ഇല്ലേ? ദേ, എനിക്ക് നിങ്ങളുടെ കാശും കോപ്പും ഒന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് ചെമ്പകത്തെ മതി. എനിക്ക് അവളെ വേണം. ഇല്ലെങ്കിൽ നിങ്ങളെ കള്ളക്കളിക്ക് ഞാൻ കൂട്ടിക്കില്ല. ഞാൻ റിപ്പോർട്ട് ചെയ്യും. സാറേ, ആ. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാം. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. എന്ത്? ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നി പർവ്വതമാണ് ഞാൻ. പൊട്ടിത്തെറിക്കല്ലേ? പൊട്ടിത്തെറിച്ച് ഇവിടെ ഭയങ്കര വൃത്തിയായിരിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ എന്റെ ആശാനെ. ഒരു കാര്യം ചെയ്യാം. ദാ ഇത് തന്നെ സ്ഥലം. കുട്ടപ്പ വണ്ടി നിർത്തിയേ. വണ്ടി എത്ര? തൽക്കാലം കാട്ടു ചമ്പകത്തെ പറ്റി മറന്നുകളാ. ഞാൻ ഈ കാട്ടിൽ നിന്ന് നല്ലൊരു ചെമ്പരത്തിയെ പറിച്ചു. നമ്മുടെ വെടിക്കെട്ട് ദാക്ഷായണി. കണ്ണിന് കുഴപ്പം വല്ലതും പറ്റോടി ദാക്ഷായണി? ഓ, ഏമാന്റെ ചുക്രക്കണ്ണിന് ഇനി എന്നാ പറ്റാനാ? ദാക്ഷായണി ഇത് ഇന്നലെ തുടങ്ങിയ പണിയല്ല. ഇന്ന് വരെ ആർക്കും ഒരു എനക്കേട് പറ്റിയിട്ടില്ല. അതെനിക്കറിയാം. സത്യസന്ധതയുള്ള വ്യാജ മദ്യമല്ലേ നീ വിൽക്കണത്? നീ ആരാ? കാട്ടിലെ താത്തല്ലയോ? മതിയടാ മോളെ ദാക്ഷായണി, അപ്പന് കൂടാണ് ക്ലാസ് നാടി. അങ്ങനെ ഇപ്പൊ മോന്തണ്ട. അപ്പനായാലും കാശ് തന്നാലും ഞാൻ സാധനം തരും. ഇത്ര സ്പീഡിൽ വലിച്ചിട്ട് എങ്ങോട്ട് പോവുക? നിർത്തി നിർത്തി വലിക്ക്, എന്നാലല്ലേ ശ്വാസം പോകുന്നു. ഇന്നലത്തെ എന്താ അത്? അതാ കോന്തനാന്റപ്പൻ വാളടിക്കുകയാണ്. എന്താ കാര്യം?